ഹലോ. ഞാൻ ആ ഹെഡ് മാസ്റ്റർ റൂമിലേക്ക് ആ ടീച്ചറിനെ വിളിച്ചിട്ട് നല്ല കൊടുത്തിട്ടുണ്ട്. അല്ല, കുട്ടികളെ ഇങ്ങനെയൊക്കെ അടിക്കുക. ഇപ്പത്തെ കുട്ടികൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ എന്താ ഒരു ഡാർക്കോന്ന് ഏതൊരു സിനിമ ഇറങ്ങിയില്ലേ, അതിലെന്താ കാണിക്കുന്നത്? ഫുള്ള് വയലൻസ്, അടി ഇടി ഇതെല്ലാം കാണിക്കണല്ലോ. അതിന് ഞാനും പറയണേ. ശരി, ഞാനപ്പം തന്നെ പിന്നെ വിളിക്കാട്ടാ, കുറച്ച് തിരക്കില്ല. എന്താ ഈ സിനിമയാണ് ഇപ്പൊ പ്രശ്നം മൊത്തം? സിനിമയും പ്രശ്നം തന്നെ. ഇതെല്ലാം കാണിച്ചു കൊടുക്കണത് പിള്ളേർക്ക്. അല്ല, നീ ഇപ്പൊ ഡാർക്കോ എന്ന് പറഞ്ഞ സിനിമ അതാണ് മൊത്തം പിള്ളേരുടെ പ്രശ്നം. മൊത്തം ഈ ഇടിയും കുത്തും കൊലയൊക്കെ ഇത് മയക്കുമരുന്നൊക്കെ. അല്ല, അത് ശരിയാണ് പറഞ്ഞ. നമ്മുടെ പിള്ളേരവിടെ പിള്ളേരാകത്തുണ്ടാവും. അവരെന്ത് ചെയ്യണേ? കളിക്കേ, ടി വി കാണാൻ എന്തൊക്കെ ആയിരിക്കും. ഒന്ന് പോയി നോക്കി നോക്കി. അല്ല, ചെറിയ ആളവിടെ. ഒന്ന് പോയി നോക്കി നോക്കിയേ. എന്താ അവിടെയും പരിപാടി? കൊല്ലും കൊലപാതകം തന്നെയല്ലേ? അതെ, ഒരു മിനിറ്റ്. ഇനി നീ പോയിട്ട് ആ മൊബൈൽ നിങ്ങൾ ചോദിച്ചു നോക്കി. മൊബൈൽ ചോദിച്ചു നോക്കാം അവനോട്. എന്തേ എന്തായിരുന്നേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ അവർ ഏറ്റവും കൂടുതൽ നേരമുള്ളത് ഈ വീട്ടിലല്ലേ? ഇപ്പോൾ ഒരുത്തവിടെ കണ്ടുകൊണ്ടിരുന്നത് ദിനോസാറിനെ കൊല്ലുക, ആനേനെ കൊല്ലുക. അകത്ത് പോയപ്പോൾ ഒരുത്തനെ ആൾക്കാരെ കൊല്ലണം. ആ ഫോൺ മേടിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥിതിയാണെങ്കിൽ അപ്പോൾ സ്കൂളിലെ അവസ്ഥ എന്താവും? അതെ, കുട്ടികളെ ഏറ്റവും കൂടുതലുള്ളത് സ്കൂളിലും വീട്ടിലുമാണ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ശ്രദ്ധ അവരുടെ മുകളിൽ എത്തേണ്ടത്. അല്ലാണ്ട് ഇടയ്ക്ക് കാണാൻ പോണ സിനിമയുടെ പേരിലല്ല വിശേഷം പറയാം. ഒല്ല മനസ്സിലാവണ്ട? അതെ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതിനൊക്കെ മാർഗമുണ്ട്. അതെ, ഇതിന് എവിടത്തെ മൂപ്പരും പറഞ്ഞേ, നമ്മൾ ഒരു 5 മിനിറ്റ് സമയം കിട്ടി നമ്മളും ഫോൺ വിളിക്കും. ഇതല്ലേ കുട്ടികളും ചെയ്യണത്, അവരും കണ്ടുപിടിക്കണത്. നമ്മൾ അവർക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് സമയം കൊടുത്ത് നോക്കിക്ക്, നമ്മൾ അവരെ കൂടെ നിന്ന് നോക്കിക്ക്, അവരും നമ്മുടെ ഒപ്പം നിന്ന് കളിക്കും. ശരിയാട്ടോ പറഞ്ഞത്. നമ്മളാണ് ആദ്യം മാറേണ്ടത് അല്ലേ? കുട്ടികളെ കുറ്റം കൊണ്ട് കാര്യമില്ല.